സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ച സംഭവമല്ലേ കരുവന്നൂർ തട്ടിപ്പ്? എന്നിട്ടും എന്തേ അന്വേഷണം വൈകുന്നു? ഇന്ന് ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണിത്. കേരളം കണ്ടതിൽ വെച്ച് വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂരിൽ നടന്നതെന്നാണ് 4 വർഷം മുമ്പ് പുറത്തു വന്ന വിവരം. ബാങ്ക് സെക്രട്ടറി അടക്കം 6 CPIM പ്രവർത്തകർക്കെതിരെയാണ് CPIM ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസ് കേസെടുത്തത്. അന്വേഷണം വൈകുന്നുവെന്ന് കോടതിക്ക് തോന്നിയെങ്കിൽ ഗൗരവതരമായ സാഹചര്യം തന്നെയാണത്. EDയുടെ ഇടപെടലിലാണ് കേസ് ഇഴയുന്നതെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ദേശീയ ഏജൻസികളുടെ താൽപ്പര്യങ്ങൾ എന്താണെന്ന് തിരയാൻ പാഴൂർ പടിപ്പുരയിലേക്കൊന്നും നമുക്ക് പോകേണ്ടതില്ല. എന്നാൽ ഭരണത്തിന്റെ തണലിലാണ് പോലീസ് അന്വേഷണം തട്ടിത്തടയുന്നതെങ്കിൽ അതറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. ഏതായാലും കരുവന്നൂരിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാരും കരുതുന്നില്ല. ഈ വിഷയം RDX വിശദമായി ചർച്ച ചെയ്യുന്നു. ആദ്യം ഇന്നത്തെ കോടതി വിമർശനം എന്തെന്ന് കാണാം. RDX റാപ്പ് 59 സെക്കൻഡിൽ. 4 വർഷം കഴിഞ്ഞിട്ടും കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസിന് ഒരൊറ്റ കുറ്റപത്രം പോലും നൽകാനാകാത്തത് ലജ്ജിപ്പിക്കുന്നതാണെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്ന ED രേഖകൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയതിനാലാണ് അന്വേഷണത്തിന് തടസ്സമുണ്ടായതെന്ന് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. അസൽ രേഖകൾ കിട്ടിയാൽ മാത്രമേ അന്വേഷിക്കൂ എന്നാണോ നയമെന്ന് കോടതിയുടെ മറുചോദ്യം. സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ച സംഭവമല്ലേ ഇത്? എന്നിട്ടും എന്താണ് നടപടിയെടുക്കാൻ വൈകുന്നത്? കോടതി ചോദിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ ഇപ്പോഴത്തെ നിലയിൽ 3 മാസം കൂടി വേണ്ടിവരുമെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചതുമില്ല. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ED അടുത്തുതന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പോലീസ് അന്വേഷണം വൈകുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ഹർജിയിൽ നാളെ ക്രൈംബ്രാഞ്ച് മറുപടി നൽകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. തീർച്ചയായും കോടതിയുടെ ഈ പരാമർശം വരുമ്പോൾ ആ തട്ടിപ്പിന്റെ നാൾ വഴി സൂക്ഷ്മമായും ദീർഘമായും തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്, അത് ഓർത്തു പോകേണ്ടതുണ്ട്. 2011 മുതൽ 2018 വരെ 300 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പരാതി. 2019 ജനുവരി 16 ബാങ്ക് ജീവനക്കാരൻ MV സുരേഷ് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി. കണ്ടാരംതറ ബ്രാഞ്ച് മുൻ സെക്രട്ടറി ആയിരുന്നു MV സുരേഷ്. CPIM ജില്ലാ നേതൃത്വത്തിനും സുരേഷ് പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി അംഗം TK ഷിജൂട്ടനും വിവിധ ഇടങ്ങളിൽ ഇതുപോലെ തന്നെ പാർട്ടിയിൽ പരാതി നൽകിയിട്ടുണ്ട്, മറ്റിടങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്. 2019 ജനുവരി 28 പരാതി അന്വേഷിക്കാൻ മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാറിനെ ചുമതലപ്പെടുത്തി. ക്രമക്കേടുകൾ നടന്നെന്നും അന്വേഷണം വേണമെന്നും 2019 ജൂലൈ 30 അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വന്നു. 2019 സെപ്റ്റംബർ 20 ക്രമക്കേടുകൾ സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ചു. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാണിച്ചും ക്രമരഹിതമായ വായ്പകൾ അനുവദിച്ചു എന്നതായിരുന്നു ഇതിലെ കണ്ടെത്തൽ. 80% വായ്പ അപേക്ഷകളിലും അപേക്ഷകരുടെ യഥാർത്ഥ വിവരങ്ങളോ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ല. 70% അപേക്ഷകളിലും ഭൂമിയുടെ യഥാർത്ഥ ഉടമയുടെ സമ്മതപത്രമില്ലാതെ വായ്പ നൽകി. വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത 5 പേർക്ക് 50 ലക്ഷം രൂപ വീതം വായ്പ അനുവദിച്ചു. 90% വായ്പകളിലും വസ്തു പരിശോധന നടത്തിയത് മാനേജർ ബിജു കരീം മാത്രമാണ്. കടം കയറി ജപ്തി ചെയ്യപ്പെട്ട ഭൂമി ഈടായി പരിഗണിച്ചും കോടികളുടെ വായ്പ അനുവദിച്ചു. പാർട്ടി ഇത് പിന്നീട് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2019 ഡിസംബറിൽ 2 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. അന്വേഷണത്തിന് മുൻ MP PK ബിജു, PK ഷാജൻ എന്നിവരെ ചുമതലപ്പെടുത്തി. പോലീസ് പിന്നീട് കേസെടുക്കുന്നു. 2021 ജൂലൈ 21 ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ES ശ്രീകല നൽകിയ പരാതിയിലാണ് 6 പേർക്കെതിരെ കേസെടുക്കുന്നത്. അതിൽ ആ 6 പേരാരൊക്കെയാണെന്ന് നോക്കാം. TR സുനിൽകുമാർ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയാണ്. MK ബിജു മുൻ ബ്രാഞ്ച് മാനേജറാണ്. CK ജിൽസ് മുൻ സീനിയർ അക്കൗണ്ടന്റാണ്. PP കിരൺ സഹകരണ ബാങ്കിന്റെ മെമ്പറാണ്. ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഒരാളാണ്. AK ബിജോയ് കമ്മീഷൻ ഏജന്റ് ആണ്. 6ാമത് റെജി അനിൽ ബാങ്കിന് കീഴിലെ സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റ് ആയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 406, 420, 480, 465, 34 പ്രകാരമാണ് കേസെടുത്തത്. ഭരണസമിതിക്കെതിരെയും കേസുണ്ടായി. മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തതോടെ 26 പേരായി പിന്നീട് പ്രതികൾ. 2011 മുതൽ 2021 വരെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തിയത്. 745 സാക്ഷികളിൽ നിന്നാണ് വിവരം ശേഖരിച്ചത്. 412 രേഖകൾ പിടിച്ചെടുത്തു. പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. 2021 ജൂലൈ 23 പോലീസിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം നടത്തി. MV സുരേഷ് EDക്ക് പരാതി നൽകിയിരുന്നു. കടുത്ത നടപടിയുമായി പിന്നീട് CPIM രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നു. വിഷയം കൈവിട്ടതോടെ നടപടിയുമായി CPIM വന്നു. ബാങ്ക് മുൻ പ്രസിഡന്റ് KK ദിവാകരൻ പ്രതിയായ
പ്രതികളായ TR സുനിൽകുമാർ, ബിജു കരീം, CK ജിൽസ് എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. CK ചന്ദ്രൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ MB ദിനേശ്, TS ബൈജു, അമ്പിളി മഹേഷ്, N നാരായണൻ എന്നിവർക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനും കൊടുത്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്, KR വിജയ എന്നിവരെ തരം താഴ്ത്തി. ഇരിങ്ങാലക്കുട AC സെക്രട്ടറി KC പ്രേമരാജനെയും കരുവന്നൂർ LC സെക്രട്ടറി PS വിശ്വംഭരനെയും മാറ്റി. AC മൊയ്തീൻ, ബേബി ജോൺ എന്നിവർക്ക് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനവുമുണ്ടായി. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2021 ഓഗസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു. കരുവന്നൂർ ബാങ്കിലും പ്രതികളുടെ വീടുകളിലുമായി 20 മണിക്കൂർ റെയ്ഡാണ് നടന്നത്. അനധികൃത ലോണുകൾ നൽകിയതിന്റെ രേഖകൾ കണ്ടെടുത്തു എന്ന് ED അവകാശപ്പെട്ടു. 2023 ഓഗസ്റ്റിൽ മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീന്റെ വീട്ടിലും പരിശോധന നടന്നു. മൊയ്തീന്റെ 15 കോടിയുടെ 36 വസ്തുവകകൾ കണ്ടുകെട്ടിയതായും പറഞ്ഞു. 28 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചു. പിന്നീട് അരവിന്ദാക്ഷൻ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടാകുന്നു. 2023 സെപ്റ്റംബർ 26 വടക്കാഞ്ചേരി നഗരസഭാ അംഗവും CPIM നേതാവുമായ അരവിന്ദാക്ഷൻ അറസ്റ്റിലായി. AC മൊയ്തീന്റെ പേര് പറയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന് പിന്നീട് അരവിന്ദാക്ഷൻ പരാതിയും പറഞ്ഞു. CPIM സംസ്ഥാന സമിതി അംഗം MK കണ്ണനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. കരുവന്നൂരിലേത് സംഘടിത കുറ്റകൃത്യമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്. 2024 മാർച്ച് 18 കേസിൽ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ EDക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായി. അടിക്കടി ഉണ്ടാകുന്ന കോടതിയുടെ ഇടപെടലിൽ അന്വേഷണം നീണ്ടുപോകുന്നത് എന്ന് ED അതുകൊണ്ടാണ് അന്വേഷണം നീണ്ടുപോകുന്നതെന്നാണ് ED പറഞ്ഞത്. രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കരുവന്നൂരിലേത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റൊക്കെ നടത്തുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഒരു കറുത്ത വറ്റ് തെരഞ്ഞു കണ്ടുപിടിച്ച ചോറാകെ മോശമാണെന്ന് പറയുന്നു എന്നാണ് അന്ന് പിണറായി വിജയൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. CPIM നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി നീങ്ങുന്ന സാഹചര്യമുണ്ടായി. മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, PK ബിജു, MK കണ്ണൻ എന്നിവരെ ചോദ്യം ചെയ്തു. ഈ മാസം 8 K രാധാകൃഷ്ണൻ MPയെയും ചോദ്യം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂരിൽ അക്കൗണ്ട് ഇല്ലെന്ന് K രാധാകൃഷ്ണൻ പറയുന്നു. അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞുള്ള മൊഴിയിൽ ഒപ്പിടില്ല എന്ന് K രാധാകൃഷ്ണൻ പറയുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ വരെ വന്ന സാഹചര്യം. ഇപ്പോഴാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു കുറ്റപത്രം പോലും ഈ കേസുകളിൽ ഒന്നിലും സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ പറയുന്നത് രേഖയെല്ലാം കൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോയില്ലേ, 2.5 വർഷം അതിന്മേൽ പണിയെടുക്കേണ്ടി വന്നില്ലേ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി, പിന്നെ എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന് അതങ്ങനെ അംഗീകരിക്കാമോ? അത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല എന്നാണ്. ഇതൊരു തീവട്ടിക്കൊള്ളയാണ് ഹർഷൻ ഈ കരുവന്നൂരിൽ നടന്നത്. തീവട്ടിക്കൊള്ള എന്നല്ലാതെ മറ്റെന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് ചെറുതായി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന രാഷ്ട്രീയം കണ്ട അല്ലെങ്കിൽ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിട്ട് സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലൊന്നായിട്ട് ഇത് മാറി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വന്നിരിക്കുന്ന വീഴ്ചകളിൽ ഏറ്റവും വലുതിൽ ഒന്ന് എന്നുകൂടെ പറയാവുന്ന ഒന്നാണ് കരുവന്നൂരിലേത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയുള്ളൂ. അതായത് ഒരു വലിയ പാത്രമാകെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് വെളുത്ത ചോറ്, അതിനകത്തൊരു കറുത്ത വറ്റ്, അതാണ് കരുവന്നൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് വേറിട്ട് നിൽക്കുന്ന മോശമായൊരു സംഗതിയാണ് എന്ന് CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും സമ്മതിച്ച ഒരു സംഭവമാണ് കരുവന്നൂരിലേത്. ആ വീഴ്ചയുടെ വലുപ്പം എന്ന് വെച്ചാൽ വളരെ 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 വലുതാണ് ഹർഷൻ. അതായത് സാധാരണക്കാരായ മനുഷ്യർ 10,000-കണക്കിന് ആളുകളെ, നമ്പർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ നിരവധി ആളുകളാണ്. 219 കോടി രൂപയുടെ തട്ടിപ്പാണ് എന്ന് വന്നു. 300 കോടി രൂപയുടെ തട്ടിപ്പ് നമ്മൾ പറയും. 23,648 നിക്ഷേപകരുണ്ടായിരുന്നു. ഈ 23,648 നിക്ഷേപകർ എന്ന് വെച്ചാൽ ആ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ കൂടെ ഉൾപ്പെടുന്ന ചെറിയ ചെറിയ പണം സ്വരൂപിച്ച് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വിശ്വാസം കൊണ്ട് ഏൽപ്പിച്ചതാണ്. എന്നിട്ട് അതെന്താണ് ചെയ്തവർ? ഈ വ്യാജമായിട്ടുള്ള ബാങ്ക് വായ്പകൾ എടുക്കുക. നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചത് അതൊക്കെയുണ്ട്. അതിനകത്ത് പ്രധാന പ്രതികളിൽ ഒരാളായ ബിജോയ് AK ബാങ്കിൽ നിന്നിങ്ങനെ വ്യാജമായിട്ടും അനധികൃതമായിട്ടുമൊക്കെ സംഘടിപ്പിച്ച വായ്പകൾ എടുത്തിട്ട് ആരുടെയെങ്കിലുമൊക്കെ പേരിലെടുത്തിരിക്കുന്ന വായ്പകൾ എടുത്തിട്ട് തേക്കടിയിൽ റിസോർട്ട് വാങ്ങി. ഇങ്ങനെ നിരവധിയായുള്ള തട്ടിപ്പ് ഈ പ്രതികളെല്ലാവരും ചേർന്ന് നടത്തി. ബാങ്ക് വായ്പ മറ്റു പലരുടെയും പേരിൽ രേഖകളില്ലാതെ ഇവർ തന്നെ അനുവദിച്ചെടുക്കുക, എന്നിട്ട് ആ പണമാകെ സമാഹരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റുമൊക്കെ കൊണ്ടുപോവുക. ഇയാളെ 30 കോടി മൂല്യമുള്ളതാണ് ഈ സ്വത്ത്, റിസോർട്ട് എന്ന് അന്ന് തന്നെ ED കണ്ടെത്തിയിരുന്നു. ഇയാളുടെ വീടിൽ നിന്ന് 20 കോടിയുടെ 20 സ്ഥാവര സ്വത്തുക്കൾ പിടിച്ചെടുത്തു, കെട്ടിടങ്ങളും ഭൂമിയും അടക്കമുള്ളവ. ഒരു ഇന്നോവ, ഒരു ഓഡി, 3.5 ലക്ഷം ഇന്ത്യൻ രൂപ, 2 ലക്ഷത്തിലേറെ വാല്യൂ ഉള്ള വിദേശ കറൻസി എന്നിവ ഈ ബിജോയ് AKയുടെ വീട്ടിൽ നിന്ന് ED പിടിച്ചെടുത്തിരുന്നു. അയാൾക്ക് 57 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ബിജോയ് AKക്ക്. അപ്പം ഞാൻ പറയുന്നത് ഇത്രമാത്രം വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ CPIM എന്ന ആ മേഖലയിലെല്ലാം സൂക്ഷ്മമായിട്ട് വിവരങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളുള്ള മെഗാ പാർട്ടി, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, രാഷ്ട്രീയമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടി ഈ സംഭവങ്ങളൊന്നും കണ്ടില്ല എന്നതാണ് അവരുടെ ഡിഫൻസ്. ഞങ്ങളുടെ ഇടയിൽ ഒരു കറുത്ത വറ്റുണ്ടായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു പാർട്ടിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാണിത്. ആ പാർട്ടി സംസ്ഥാനം ഭരിക്കുമ്പോൾ നിശ്ചയമായിട്ടും പോലീസ് അവരുടെ കുറ്റപത്രം ഒന്നെങ്കിലും സമർപ്പിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ED രാഷ്ട്രീയമായിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ ഇതും ചെയ്യുന്നുണ്ട്. കാരണം മറ്റെല്ലാ രാഷ്ട്രീയ
സംഗതികളിലും മറ്റു കേസുകളിലും അവർക്ക് പിടിക്കാൻ പറ്റാത്തതാണ്. കാരണം അവർ വ്യാജമായിട്ടും മറ്റുമൊക്കെ കാര്യങ്ങളിലേക്ക് പോവുകയാണോ എന്ന ആരോപണമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് കൃത്യമായിട്ട് പിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന കേസുകളല്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം തെളിവുകളുള്ള, ഇതിനകം തന്നെ തെളിവും ആളുകളുമൊക്കെ പിടിയിലായിട്ടുള്ള കേസാണ്. ED അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അത് വെച്ചെങ്ങനെ ഇതിൽ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലാത്ത പ്രധാനപ്പെട്ട നേതാക്കളെ എങ്ങനെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റും എന്ന് ആലോചന അവർ നടന്നുകൊണ്ട് അതിനും ആ തരത്തിലുള്ളൊരു വഴിവിട്ട നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ കേരള പോലീസ് ഇതൊരു പ്രശ്നമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെയും പറഞ്ഞ സ്ഥിതിക്ക്, CPM-കാർക്ക് തന്നെ മനസ്സിലായ സ്ഥിതിക്ക് കേരള പോലീസ് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. നിങ്ങൾക്ക് അസൽ രേഖകൾ കിട്ടിയാൽ മാത്രമേ പരിശോധിക്കുകയുള്ളൂ എന്ന് കോടതി ചോദിച്ചല്ലോ. അസൽ രേഖകൾ ഇല്ലാതെയും പരിശോധിക്കാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ പോലീസ് ഈ 4 വർഷത്തിനിടയിൽ അവരുടെ അന്വേഷണ പുരോഗതി അല്പമെങ്കിലും മുന്നോട്ട് നോക്കിയിട്ട് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു കേരളത്തിന് കാര്യം ബോധ്യപ്പെടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പൊന്നും ഇതല്ല, പക്ഷേ വലിയൊരു തട്ടിപ്പാണ്. അത് മാത്രമല്ല CPIM അംഗങ്ങളായ അതിൻ്റെ നേതാക്കളായ ധാരാളം പേർ അതിൻ്റെ ഈ എതിർപക്ഷത്ത് അല്ലെങ്കിൽ പ്രതിപട്ടികയിലോ ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും കൂടുതൽ ഗൗരവത്തോടെ തന്നെ പോലീസ് ഈ വിഷയത്തെ അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തോടെ കാണേണ്ടതായിരുന്നു. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ 2.5 വർഷമാണ് ഈ ഡോക്യുമെൻ്റ് മുഴുവൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ കയ്യിലിരുന്നത്. നിരന്തരമായി ആവശ്യപ്പെട്ടതിന് ശേഷമാണ്, നിയമപരമായി നീങ്ങിയതിന് ശേഷമാണ് ആ ഡോക്യുമെൻ്റ് തിരികെ പോലീസിൻ്റെ കൈവശം വരുന്നത്. ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ സ്വാഭാവികമായും അപ്പോൾ ആരോപണം ഉയരുക ആർക്കെതിരെയാണ്? പോലീസിൻ്റെ ഈ കുറ്റപത്ര സമർപ്പണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാളിച്ചയുണ്ടായാൽ അപ്പോൾ എല്ലാവരും ആരോപണം ഉന്നയിക്കുക CPIM-ൻ്റെ സർക്കാർ ഭരിക്കുന്നു, അവരുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കണ്ടോ, ആ കേസിൽ നിന്ന് വരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമല്ലേ എന്നുള്ള ആരോപണമാണ് ഉണ്ടാവുക. ഈ 27 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കേണ്ടത് പോലീസ് തന്നെയാണ്. വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ കോടതിയിലും അറിയിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിലൊരു പ്രശ്നം, ഇന്നിപ്പോൾ കോടതി ഇത് വാചികമായി എങ്ങനെ പറഞ്ഞു പോകുന്നു, അതിനിടയ്ക്കുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പരാമർശം എന്ന നിലയ്ക്ക് നമ്മൾ തൽക്കാലം ഇതിനെ പരിഗണിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇത്ര സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെട്ട ഒരു പ്രശ്നമാണ്, അവർക്ക് പണം നഷ്ടപ്പെട്ട വിഷയമാണ്, കബളിപ്പിക്കപ്പെട്ട വിഷയമാണ്, അതിനെ കുറെ കൂടി ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്നാണ്. അതേസമയം ഈ കാര്യം നമ്മൾ ഇത്രയും വിശദമായി പരിശോധിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ വയ്യ. ഒന്ന്, ആ ബാങ്കിനെ തിരിച്ചു പിടിച്ചു കേട്ടോ. ആ കരുവന്നൂർ ബാങ്ക് എന്നുള്ളത് ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ആളുകൾ പണം നിക്ഷേപിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ള, അത് ഒരിക്കലും അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അത് എന്നേക്കുമായി ആ ബാങ്ക് ഇല്ലാതാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ ആ ബാങ്കിനെ തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളത് നമുക്ക് CPM-നെ ഇതേക്കാൾ ശക്തമായിട്ട് വിമർശിക്കൊണ്ട് വന്നേനെ. അത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് മാറി. അതായത് ഇത് ED ഇങ്ങോട്ട് വരുന്നു, കരുവന്നൂർ ഞങ്ങൾക്കൊരു പറ്റിയ തെറ്റാണ് എന്ന് തന്നെ അവർക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക, നിക്ഷേപകരുടെ വിശ്വാസം കൊണ്ടുവരിക, നിക്ഷേപകരുടെ പണം കൊണ്ടുവരിക, ഈ പണം പോയ ആളുകൾക്ക് പരമാവധി പണം കൊണ്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന കാര്യം അവർ ചെയ്തു. വസ്തുതയാണത്. റൈറ്റ്. ഏതായാലും ഇതിൻ്റെ പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടമല്ലോ. ഇപ്പോൾ തുടക്കത്തിൽ പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ ഇതിങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തായാലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാധ്യമങ്ങൾ അത്ര ജാഗ്രതയോടാണ് ഈ കേസിൽ ഇടപെട്ടത്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ CPIM പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരു പഴുതും വിടാതെ തന്നെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണത്തെ നിസ്സാരമായി അങ്ങ് അട്ടിമറിക്കാവുന്ന ഒരു സാഹചര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഓരോ ഏജൻസികളും വരികയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നു, പിന്നീട് CBI വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആവശ്യം മുന്നോട്ട് വരുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. ഇങ്ങനെ പല തലത്തിൽ ഈ ഏജൻസികളുടെ വരവ് എല്ലായ്പ്പോഴും എല്ലാ കേസുകളെയും അതിൻ്റെ നടത്തിപ്പിനെ വൈകിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിപ്പോൾ 4 വർഷത്തിന് മേലായി എന്നുള്ളത് സങ്കടകരമാണ്. കാരണം ഇതിനേക്കാൾ വേഗത്തിൽ ഈ കേസിലൊരു തീരുമാനം അറിയേണ്ടതായിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം, ഈ കരുതലോടെ പോലീസിന് നീങ്ങാൻ കഴിയൂ എന്നുള്ള വസ്തുതയുണ്ട്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ കേസിൽ ഇടപെടുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ K. രാധാകൃഷ്ണൻ്റെ കാര്യത്തിൽ തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം ഒപ്പിടാൻ ആവശ്യപ്പെടുന്ന രേഖ തന്നെ തെറ്റായ രേഖയാണെന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനപ്പെട്ട CPIM നേതാക്കളിലേക്ക്, അതായത് ഈ ബാങ്കുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളിലേക്കോ നേരിട്ട് ഇതിൽ ഇടപെട്ടു എന്ന് കരുതാനാവാത്ത ആളുകളിലേക്കോ ഒക്കെ പോകുന്നു എന്നുള്ളതാണ് CPM-ൻ്റെ ആരോപണം. അവിടെ നേതൃത്വത്തെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നെങ്കിൽ അത് ഞങ്ങൾ ചെറുക്കുമെന്നുള്ള അതിനാണ് ഒന്നാമത്തെ പരിഗണന ഒരുപക്ഷെ CPM നൽകിയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. അപ്പം ബാങ്കിനെ തിരിച്ചു പിടിക്കാനും അവിടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുമില്ല. അതാണ് അതിൽ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. നമുക്കത് അവസാനിപ്പിക്കേണ്ടത്, ജനാധിപത്യത്തിൽ എക്സിക്യൂട്ടീവ് ചലിച്ചില്ലെങ്കിൽ ലെജിസ്ലേച്ചർ അതിനെ വേണ്ട വിധം ചലിപ്പിച്ചില്ലെങ്കിൽ ന്യായാസനങ്ങൾക്ക് ചിലപ്പോൾ അതിനെ ശകാരിച്ച് ചലിപ്പിക്കേണ്ടി വരും. 4 വർഷമായിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലേ എന്ന് ഹൈക്കോടതിയുടെ ശകാരം പോലീസും അവരെ നിയന്ത്രിക്കുന്ന സർക്കാരും ഉൾക്കൊള്ളണം. ഇനി ED-യുടെ ഇടപെടലാണ് അന്വേഷണം സ്തംഭിപ്പിച്ചതെങ്കിൽ ആ കാര്യം പൊതുസമൂഹത്തിനും ബോധ്യപ്പെടണം.
പഠനം. കരുവന്നൂരിൽ 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. പിന്നെ 219 കോടിയായി, 125 കോടിയായി എന്നിങ്ങനെ പല കണക്കുകളും നമ്മൾ കേട്ടു. എത്രയായാലും ആ കോടികൾ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യൻ ഉറുമ്പ് സ്വരുക്കൂട്ടും പോലെ കൂട്ടിവെച്ച പണമാണ്. കള്ള ആധാരം ചമച്ചും കള്ള ഒപ്പിട്ടും അവരുടെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോയവർ നിയമത്തിന് മുന്നിൽ വരണം. നിരപരാധികൾ ക്രൂശിക്കപ്പെടുകയും അരുത്. അതിനൊരു കൊടി നിറവും കൂച്ചുവിലങ്ങാകരുതെന്ന് RDX വിചാരിക്കുന്നു. ഒരിടത്ത്